ಗೋಣಿಕೊಪ್ಪ ಕೊಡಗು ಹಿಂದೂ ಮಲಯಾಳಿ ಸಮಾಜದ ಪದಗ್ರಹಣ ಹಾಗೂ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರ ಕಾರ್ಯಕ್ರಮ ಗೋಣಿಕೊಪ್ಪ ಕೃಷಿ ಉತ್ಪನ್ನ ಮಾರುಕಟ್ಟೆ ಸಭಾಂಗಣದಲ್ಲಿ ನಡೆಯಿತು. ಪೊನ್ನಂಪೇಟೆ ತಾಲೂಕು ಶ್ರೀ ಅಮ್ಮ ಕುಟುಂಬದ ಶಾಂತಕುಂಜ ಕಣ್ಣನ್ ದೀಪ ಬೆಳಗಿಸಿ ಉದ್ಘಾಟಿಸಿದರು. 2026ರಿಂದ 29ನೇ ಸಾಲಿಗೆ ಆಯ್ಕೆಯಾದ ಅಧ್ಯಕ್ಷ ಕೆಪಿ ಪ್ರಶಾಂತ್ ಕುಮಾರ್, ಗೌರವಾಧ್ಯಕ್ಷ ಪಿಎಸ್ ಶರತ್ಕಾಂತ್, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅರುಣ್ ಕುಮಾರ್, ಖಜಾಂಜಿ ಶಾಜಿ ಅಚ್ಯುತನ್, ಉಪಾಧ್ಯಕ್ಷರುಗಳಾದ ಕೆಜಿ ಪ್ರಸಾದ್, ಸಿಕೆ ವೇಣುಗೋಪಾಲ್, ಪುಷ್ಪಾ ಮನೋಜ್, ಶ್ರೀಜಾ ಪ್ರದೀಪ್, ಸಂಘಟನಾ ಕಾರ್ಯದರ್ಶಿ ಟಿಜಿ ಮನುಕುಮಾರ್, ಸರಳಾ ಮಣಿಲಾಲ್, ಸಹ ಕಾರ್ಯದರ್ಶಿ ಬಿಂದು ಸಾಜಿ, ಕಾನೂನು ಸಲಹೆಗಾರ ಕೆಬಿ ಸಂಜೀವ್, ನಿರ್ದೇಶಕರುಗಳಾದ ಪಿಇ ರಾಜಶೇಖರ್, ಪಿವಿ ಚಂದ್ರ, ರತೀಶ್ ಕುಮಾರ್, ವಿಎನ್ ರೀನಾ, ಸುನಿತಾ ಕಣ್ಣನ್ ಹಾಗೂ ಕೊಡಗು ಹಿಂದೂ ಮಲಯಾಳಿ ಸಮಾಜದ ಪಾಲಿಬೆಟ್ಟ ಉಪಸಮಿತಿ ಅಧ್ಯಕ್ಷ ಪಿವೈ ಮುರುಳಿ, ಗೌರವಾಧ್ಯಕ್ಷ ವಿಬಿ ರೇನಿಶ್, ಉಪಾಧ್ಯಕ್ಷ ಸಾಯಿಜ್ ಕುಮಾರ್, ಮಂಜುಳಾ ಕೆಆರ್, ಖಜಾಂಚಿ ಮಧುಸೂದನ್, ಕಾರ್ಯದರ್ಶಿ ಮನೋಜ್ ಕುಮಾರ್, ನಿರ್ದೇಶಕರುಗಳಾಗಿ ನಳಿನಿ ದುರ್ಗಾ, ಪ್ರಿಯಾ ಚಂದ್ರನ್, ಶಶಿ ಎಂಎಸ್, ಶೀಲಾ ಅನಿಲ್, ಸುರೇಂದ್ರನ್, ಗಂಗಾಧರನ್ ಪಿಕೆ ಪದಗ್ರಹಣ ಸ್ವೀಕರಿಸಿದ್ರು. ಚೆನ್ನಯ್ಯನ ಕೋಟೆ ಪ್ರಾಥಮಿಕ ಶಾಲೆಯ ಪ್ರಭಾರ ಮುಖ್ಯ ಶಿಕ್ಷಕಿ ಪ್ರಮಾಣ ವಚನ ಬೋಧಿಸಿದ್ರು. ನಂತರ ಮಾತನಾಡಿದ ನೂತನ ಅಧ್ಯಕ್ಷ ಕೆಪಿ ಪ್ರಶಾಂತ್ ಕುಮಾರ್, ಎಲ್ಲರ ಸಹಕಾರವಿದ್ದಲ್ಲಿ ಮಾತ್ರ ಸಮಾಜವನ್ನು ಮುನ್ನಡೆಸಲು ಸಾಧ್ಯ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಸಮಾಜದ അഭിവൃദ്ധിಗೆ പ്രതിയൊಬ್ಬರು കൈജോಡಿಸಬೇಕಿದೆ ಎಂದರು. ഒരുപാട് വിഷയങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ച് കണ്ണ മിക്സാക്കി പറയാം. ಕಾರ್ಯಕ್ರಮ ಕೆಲವೊಂದು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಮಗೆ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತೆ. ಮೇಯ್ನ್ ಆಗಿ ಬೇಕಾಗಿರೋದು ಫಂಡ್. ಅದೇ ಥರ ನಾವೊಂದು ಸಣ್ಣ ಸಂಘಟನೆಯಲ್ಲಿದ್ದೇನೆ. ಅದರಲ್ಲಿ ಕೆಲವು 44 ಮೆಂಬರ್ಸ್ಗಳು ಮಾತ್ರ ಇದ್ದಾರೆ. ಆದರೆ ಆ ಸಂಘಟನೆ ಮಾಡಿದ ಕೆಲಸಕ್ಕೆ ಹೇಳಿದರೆ ತುಂಬ ಖುಷಿ ಆಗುತ್ತೆ. ನಾವು 252 ಜನ ಮೆಂಬರ್ಶಿಪ್ ರಿನ್ಯೂ ಮಾಡೋದು 6 ಜನ ಇದ್ರೂ ನಮಗೆ ಅಷ್ಟೊಂದು ದೊಡ್ಡದಾಗಿ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ವ್ಯಸನ ಆಗುತ್ತೆ. ഇപ്പോൾ ഈ വർഷം ഇനി അടുത്ത 3 വർഷത്തേക്ക് പ്രസിഡൻഷിപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ എന്നോട് സഹകരിക്കാം. നമ്മുടെ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. അതുപോലെ എന്നെക്കാട്ടും വളരെ അനുഭവമുള്ള ആൾക്കാർ നമ്മുടെ സംഘടനയിലുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തരിക. പരമാവധി സംഘടനയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. എല്ലാവരും സാറുണ്ടാവട്ടെ. ഒരുപാട് വാക്കുകൾ നീട്ടുന്നില്ല. ಜಿಲ್ಲಾ ಸಮಾಜದ ಸಲಹೆಗಾರ ಟಿಆರ್ ವಾಸುದೇವ್ ಮಾತನಾಡಿ, ಭಾಷೆಗೆ ಹೆಚ್ಚಿನ ಒತ್ತು ನೀಡಬೇಕು. ಕನ್ನಡ ಬಳಕೆಯ ಜೊತೆಗೆ ಮನೆಯಲ್ಲಿ ಮಲಯಾಳಂನಲ್ಲೇ ಮಾತನಾಡೋದ್ರಿಂದ ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಭಾಷೆಯ ಮಹತ್ವ ಹಾಗೂ ಭಾಷಾಭಿಮಾನ ಮೂಡಿಸಲು ಸಾಧ್ಯವಾಗಲಿದೆ ಎಂದರು. ആദ്യമായിട്ട് ചെറുതായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കന്നഡം നമ്മൾ കർണാടകയിലാണ് ഉള്ളത്. നമ്മൾ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെ. കന്നഡത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഇന്ന് ഹിന്ദു മലയാളി സമാജം, കൊടകു ഹിന്ദു മലയാളി സമാജക്കാരുടെ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്കേ അറിയുള്ളൂ. എനിക്ക് പറയാനൊന്നും അറിയില്ല. പക്ഷെ അറിയുന്ന 2 വാക്ക് ഞാൻ മലയാളത്തിൽ തന്നെ പറയുന്നത്. എല്ലായിടത്തും നമ്മള് ഏത് പരിപാടി നമ്മളിവിടെ കൊടകിലോ കർണാടകത്തിലോ എവിടെയോ നടത്തുകയാണെങ്കിലും കന്നഡത്തിൽ പറയാം. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളുടെ പരിപാടി ഉണ്ടാകുമ്പോ തീർച്ചയായിട്ടും തെറ്റാതിരിക്കൂല. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളത്തില് 195 തെറ്റായിരിക്കും. അതിന്റെ ഉച്ചാരണം, രീതി, ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരത് കാന്ത്ജിയുടെ മാതിരിയുള്ള ചങ്കൂറ്റോടെ ആൾക്കാരാണ്. ತಾಲೂಕು ಶಿಕ್ಷಣ ಇಲಾಖೆ ವಿಷಯ ಪರಿವೀಕ್ಷಕಿ ಕೆಆರ್ ಬಿಂದು ಸಮಾಜದ ಕಾರ್ಯಕ್ರಮಗಳ ಪಟ್ಟಿ ಬಿಡುಗಡೆಗೊಳಿಸಿ ಮಾತನಾಡಿದರು. ಸಮಾಜದ ಸ್ಥಾಪಕಾಧ್ಯಕ್ಷ ಪಿಎಸ್ ಶರತ್ಕಾಂತ್ ಮಾತನಾಡಿ, 2017ರಲ್ಲಿ ಸಮಾಜ ಅಸ್ತಿತ್ವಕ್ಕೆ ಬಂದಿದ್ದು ಸಾಕಷ್ಟು ಅಭಿವೃದ್ಧಿ ಕಾರ್ಯಗಳು ನಡೆದಿದೆ ಎಂದು ಸ್ಮರಿಸಿದರು. ಸಮಾಜದ ಉಳಿವಿಗೆ ಎಲ್ಲರ ಸಹಕಾರ ಕೋರಿದರು. ഈ 3 പേരും എങ്ങനെയാണോ അതുപോലെയാണ് സംഘടന. ഗുരുവിനത്തെ ശിഷ്യൻ. നമ്മളൊരു സംഘടന കൊണ്ടുപോകുമ്പോൾ ആദ്യമായി വേണ്ടത് നമുക്കൊരു
ലക്ഷ്യബോധം, എന്തിനാണ് സംഘടന രൂപീകരിച്ചത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇതെങ്ങനെ നടപ്പിലാക്കാം, ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണം, ഇതാദ്യം സംഘടനയുടെ ഈ 3 വ്യക്തികൾ തീരുമാനിച്ചിരിക്കണം. അതിനുശേഷം ഏകോപനം എന്ന് പറയും. എന്ന് വെച്ചാൽ 5 വിരലുകളും ഒരുപോലെ ഇല്ല, ഓരോ വിരലും ഓരോ പോലെയാണ്. അതുപോലെയാണ് ഈ സംഘടനയിലുള്ള വ്യക്തികളും, ഒരാളെ പോലെ ഒരാളുണ്ടാവും. ഇപ്പൊ ആരെല്ലാം പ്രതിജ്ഞാവിധി ഇവിടെ സ്വീകരിച്ചോ അവർ ഓരോരുത്തരുടെയും ചിന്താഗതി, ബുദ്ധി എല്ലാവും വ്യത്യസ്തമാണ്. പ്രസിഡന്റ് ആയിരിക്കുന്ന ആളും എന്ത് ചെയ്യണം, എല്ലാ മെമ്പർമാരുടെയും കഴിവുകൾ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. എനിക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല, അവർക്കുള്ള കഴിവ് ഇന്നൊരാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ കഴിവുകൾ എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ച് അവരവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ അവരവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു മെമ്പറാണെന്ന് വെച്ചാൽ, ഒരു അംഗമാണെന്ന് വെച്ചാൽ എന്റെ കപ്പാസിറ്റി എന്താണെന്ന് പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ 3 സംഘടന വിഭജിച്ചിട്ടാണ് അന്ന് വേറെ വേറെ ബാനറിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഘടന തുടങ്ങാൻ മുഖ്യമായ കാരണം ശ്രീ അരുൺകുമാർ പിന്നെ ശ്രീമതി റീന അവരുള്ളതാണ്. ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ 2017 ഡിസംബർ 12 ആദ്യമായിട്ടൊരു മീറ്റിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. പിന്നെ ഒരു ഡിസംബർ 17 ഫസ്റ്റ് മീറ്റിംഗ് പ്രകാശ് ഇന്റർനാഷണൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു സമാജം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ഇതിന്റെ ഇനോഗ്രേഷൻ വന്നിട്ട് മകരസംക്രാന്തിന്റെ ദിവസം ഡിസംബർ 14, 2018 ജനുവരി 2018 ഇനോഗ്രേഷൻ തുടങ്ങിയത്. അത് പ്രകാശ് ഇന്റർനാഷണൽ വെച്ച് അന്നൊരു ദൈവത്തിന്റെ കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും ആശീർവാദം കൊണ്ട് ഇതിലൊരു ഫൗണ്ടർ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഏൽപ്പിച്ചു. അന്നെപ്പോഴത്തെ ഒരു സാധാരണക്കാരുടെ വ്യക്തി ഈ ഒരു ചുമതല ഏറ്റെടുക്കാൻ ಆಶೀರ್ವಾದ ತಂದದ್ದು ನಿങ്ങളെപ്പോലത്തെ ಎಲ್ಲ ಮೆಂಬರ್ಮಾರಕೊಂಡಾನೆ. ಇದೇ ಸಂದರ್ಭ ಶಿಕ್ಷಣ ಮತ್ತು ಕ್ರೀಡಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಸಾಧನೆಗೈದ ಕೊಡಗು ಹಿಂದೂ ಮಲಯಾಳಿ ಸಮಾಜದ ಸದಸ್ಯರ ಮಕ್ಕಳನ್ನು ಸನ್ಮಾನಿಸಲಾಯಿತು. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕರ್ನಾಟಕ ನಾಯರ್ ಸರ್ವಿಸ್ ಸೊಸೈಟಿ ಗೋಣಿಕೊಪ್ಪ ಶಾಖೆಯ ಅಧ್ಯಕ್ಷ ಕೆ ವೇಣುಗೋಪಾಲ್ ಮೆನನ್, ಗೋಣಿಕೊಪ್ಪ ಎಸ್ಎನ್ಡಿಪಿ ಅಧ್ಯಕ್ಷ ಪಿಜಿ ರಾಜಶೇಖರ್, ಗೋಣಿಕೊಪ್ಪ ವಿಶ್ವಕರ್ಮ ಸಮಾಜದ ಅಧ್ಯಕ್ಷ ಮಣಿಕಂಠ ಉಪಸ್ಥಿತರಿದ್ದರು. ಚಿತ್ತಾರ ನ್ಯೂಸ್ ಗೋಣಿಕೊಪ್ಪ.